Hello everyone, welcome back to my YouTube channel. I'm Neetu and I'm living in Japan. ഇന്ന് ഗോൾഡൻ വീക്ക് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു മോൾ ഡേ പ്ലാൻ ചെയ്തേക്കാണ്. നമ്മുടെ യൊനാഗോയില് ഒരു മോൾ ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ഇയോൺ മോൾ. ജപ്പാനിൽ കുറെ സ്ഥലങ്ങളിൽ ഈ സെയിം മോൾ ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോവാം. അവിടെ എല്ലാ ബ്രാൻഡ്സിന്റെ ഒക്കെ ഷോപ്പും ഉണ്ട്, ഫുഡും ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഉച്ചയാവുമ്പോൾ കറക്റ്റ് ഫുഡ് കഴിക്കാനുള്ള സമയത്ത് എത്തി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ മോൾ ഡേ കാണിച്ചു തരാം. നമ്മളിപ്പോൾ 300 yen ഷോപ്പിലാണുള്ളത്. ഈ ഷോപ്പിൽ എന്തെടുത്താലും 300 yen ആണ്, വിത്ത് ടാക്സ് 330 yen. അപ്പോൾ എന്തിനു വേണ്ടി വന്നാലും ഇവിടെ ആ സാധനങ്ങൾ ഉണ്ടാവും. അതായത് ഹെൽത്ത് ആക്സസറീസ് ആണെങ്കിലും, ജിമ്മിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ആണെങ്കിലും, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, കോസ്മെറ്റിക്സ്. ഞാൻ കുറച്ച് കോസ്മെറ്റിക്സ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിപ്സ്റ്റിക്കും ഐലാഷ് എന്താ പറയാ അപ്ലയറും, പിന്നെ ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കുന്ന എല്ലാം ഇവിടെ എല്ലാം 330 yen കിട്ടും. ഇവിടെ ടെസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. കളർ സ്റ്റിക്ക്, മാഗ്നറ്റ് സ്റ്റിക്ക്, നെയിൽ ജെൽ, ഇതൊക്കെ നമ്മൾ നാട്ടിൽ അന്വേഷിച്ച് പോയാൽ എവിടെയും കിട്ടില്ല. പക്ഷെ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കിട്ടും. ഇത് കണ്ടോ അവിടെ എന്താ സംഭവം? ഇത് എന്തോ മുഖത്തിന് വേണ്ടി എന്തോ ചെയ്യണ സംഭവമാണ്. പ്ലസ് ഫേസ് റോളർ ആൻഡ് ഗുവാഷ സെറ്റ്. ഇതിന് 1200 yen ആണ് വരുന്നത്. ചില സാധനങ്ങൾക്ക് വില കൂടുതലാണ്, പക്ഷെ മിക്കതും 330 yen ആണ് വരിക. പിന്നെ ഇതൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ട് പോലും ഇല്ല. ഹോട്ട് ഐലാഷ് കേളർ, ഇങ്ങനെ യൂസ് ചെയ്യണ്ടേ പോലും അറിയില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൂളിംഗ് ഗ്ലാസസ്, പിന്നെ എന്താ പറയാ ഹെയർ ആക്സസറീസ് ഒക്കെ. ഇതിനെല്ലാം 330 yen ആണ് വരുന്നത്. ഒരെണ്ണം വെച്ച് നോക്കാം. ഇപ്പോ ബാഗ്സ് ആണെങ്കിലും നമുക്കിവിടെ 500 yen അങ്ങനെ കിട്ടും. 500 yen എന്ന് പറഞ്ഞാൽ നാട്ടിലെ ശരിക്കും ഒരു 260 rupees ആണ് വരുന്നുള്ളൂ. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഫോൺ മാത്രം ഇടുന്ന ടൈപ്പ്, പിന്നെ പൗച്ച് ടൈപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും വില കുറവാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇയറിംഗ് സെറ്റ്, ഒരു ഫുൾ സെറ്റ് ആണ്. നോക്കി, ഇതിനൊക്കെ 330 yen ഉള്ളൂ. നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണല്ലേ. ഏതെടുത്താലും 150 രൂപ എന്ന് പറയണ പോലെ. ഇങ്ങനത്തെ ഇയർപോഡ്സ് ബ്രാൻഡ് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇതിനൊക്കെ 1500 yen, അതായത് 750 rupees. പിന്നെ ഇതിനൊക്കെ 300 yen പോലെ. ഇതിന് 300 അല്ല, 3000 ഉണ്ട്. പിന്നെ ബാറ്ററി, ഇത് എല്ലാം ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. എവറിത്തിങ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. H&M ഉള്ളത്. കുറച്ച് H&M ഡ്രസ്സസിലെ റേറ്റ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ നിങ്ങളെ. ഇത് സെയിലല്ല, ഇങ്ങനത്തെ ടോപ്പിനൊക്കെ 3000 yen ആണ് വരുന്നത്. അപ്പൊ നാട്ടിലൊരു 1500 rupees. പക്ഷെ നമ്മൾ ഇവിടെ നിന്നല്ല വാങ്ങാം, നമ്മൾ സെയിലിന്റെ അടുത്തേക്കാണ് പോവാ. അവിടെ 700 yen ഉണ്ടോ. ഈ പാൻസിനൊക്കെ ഓഫീസ് പാൻസ് ആണ് ഇതൊക്കെ. ഈ ജീൻസ് ശരിക്കും 4000 yen ജീൻസാ, പക്ഷെ 3000 yen, 1500. നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും റേറ്റ് ഉണ്ടെന്നാണ്. 2000 yen. എനിക്ക് ഏറ്റവും ഇഷ്ടമായതാ. ഇതൊക്കെ ഫ്രഷ് പീസസ് ആ. ഇതിന് 1800 yen ആണ് വരുന്നത് ഈ ടോപ്പിനൊക്കെ. ഗേൾസിന്റെ സെക്ഷനിലാണ് ഇവിടെ കൂടുതലും എന്താ പറയാ സെയിൽ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ ഗോൾഡൻ വീക്ക് ആയതുകൊണ്ട് അധികം സെയിൽ ഇല്ല, അല്ലെങ്കിൽ 2-3 സെക്ഷൻ സെയിലാണ് ഉണ്ടാവുക. ആൻഡ് 700 yen, 600 yen. ഞാൻ ഈ ടോപ്പൊക്കെ ഐ തിങ്ക് 700 yen വാങ്ങി. അപ്പൊ നാട്ടിലൊരു 400 rupees H&M ടോപ്പ് കിട്ടും.
എന്താ ബെൽറ്റ് വാങ്ങാൻ ബെസ്റ്റ് സ്ഥലം. നല്ല ബെൽറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ 500 യെന്നിനൊക്കെ കിട്ടുന്നുണ്ട്. ഇതാ മിക്കി മൗസിന്റെ പേഴ്സ്. ഓ, പിള്ളേർക്ക് പറ്റിയതാ, ക്യൂട്ട്. ഇവിടെ പിന്നെ ഫുൾ ആക്സസറീസ് ആണ്. നമുക്കിങ്ങനെ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല മാല. ഇതിനൊക്കെ 399 യെന്നെ വരുന്നുള്ളൂ. അതായത് നാട്ടിലെ 150 റുപ്പീസ് ഒക്കെ ഉള്ളൂ. ഇറ്റ്സ് പ്രിറ്റി ചീപ്പ് എനിക്ക് തോന്നുന്നു. H&M മാലയൊക്കെ ഈ റേറ്റിന് കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും ഞാൻ ഭയങ്കര കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് ടൈം ടു ട്രാവൽ ടു ജപ്പാനും ആണ് ഇപ്പം. ബിക്കോസ് ഭയങ്കരമായിട്ട് ഇവിടെ കുറച്ചും കൂടി ചീപ്പർ ആണ് പൊതുവെ ജപ്പാൻ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരാണെങ്കിൽ. നമ്മളിപ്പോ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ വന്നിട്ടാണ് ഉള്ളത്. യോനാഗോയില് അധികം ഇന്ത്യൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആകെ 2 റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്. അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. കുറച്ചും കൂടി ടോക്കിയോ, ക്യോട്ടോ അല്ലെങ്കിൽ കോബയിലേക്കൊക്കെയാണ് കുറച്ചും കൂടി സൗത്ത് ഇന്ത്യൻ ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ കുറച്ചും കൂടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കണേ. മിമോസ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണുള്ളത്. മിമോസയിൽ ഇപ്പൊ കുറെ ജാപ്പനീസ് സ്കിൻ കെയർ കിട്ടും. അപ്പൊ ജപ്പാനിൽ നിൽക്കുമ്പോൾ എല്ലാവരും സ്കിൻ കെയറിനെ പറ്റി ചോദിക്കാതെ, ഇത് സിറം ആണ് ഇതൊക്കെ. അപ്പം ഇതിന് ഓൾമോസ്റ്റ് റേറ്റ് ഉണ്ട് 2700 yen വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നാട്ടിലൊരു 1500 റുപ്പീസോളം ആവും സിറംന്റെ. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം. കുറെ ഓപ്ഷൻസ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആണ് എന്താ എടുക്കണ്ടേന്നുള്ളത്. ഫേസ് മാസ്ക് ഒക്കെ ജപ്പാനിലെ എല്ലാ സ്ഥലത്തും നമുക്ക് കുറെ ഫേസ് മാസ്കും സാധനങ്ങളൊക്കെ റെഡിലി അവൈലബിൾ ആണ്. അതായത് 100 yen ഷോപ്പിൽ പോയാലും ഫേസ് മാസ്ക് കിട്ടും. പിന്നെ ഇവിടേക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. മോയ്സ്ചറൈസർ ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും കുറെ ടെസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം. ഇതിവിടെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പെർഫ്യൂം ഉണ്ട്. ഈ കേറ്റ് സ്പേഡിന്റെ ഒക്കെ പെർഫ്യൂമിന് 3500 yen ആണ് വരുന്നത്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ റേറ്റ് അല്ല. അതെ, 3500. പിന്നെ കോച്ചിന്റെ ഉണ്ട് ഇവിടെ. ഞാൻ കോച്ച് എവിടെയാണുള്ളത്? കോച്ചിന്റെ 3480 വരുന്നത്. ഇതെങ്ങനെ അടിക്കാം? നല്ല സ്ട്രോങ് സ്മെല്ല്. പിന്നെ എല്ലാ സ്പ്രേക്കും ഇവിടെ ടെസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്പ്രേ ടെസ്റ്റ് ചെയ്തിട്ട്, ഓ മൈ ഗോഡ്, നല്ല മണം. ടേസ്റ്റ് തന്നെ വായിൽ വരുന്ന മണം. ജിമ്മിച്ചുവിന്റെ അതിനും 4950 ഒക്കെയാണ് വരുന്നത്. പ്രിറ്റി റീസണബിൾ ആണ് നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ. ഇത് ഞങ്ങൾ കൊറിയയിൽ പോയപ്പോ വാങ്ങിയൊരു ലിപ്സ്റ്റിക് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ലിപ്റ്റിന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. എനിക്കറിയില്ല അത് കേട്ടിട്ടുണ്ടോന്ന്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണ ബ്രാൻഡാണ്. റോം ആൻഡ് എന്നാണ് പറയുക ഇതിനെ. കാണിച്ചു തരാം. നല്ല രസാണിത്. നല്ല രസാ ഇത്. കളറും പിന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ്. അപ്പൊ ഇത് ഞാൻ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നേക്കണേ. ഞാൻ ഈ ലിപ്സ്റ്റിക് ചൂസ് ചെയ്തേക്കാണ്. കണ്ടോ, ഇതിന്റെ ഷെയ്ഡ് ഈദ് ഒത്തോറിയാണ്. എനിക്ക് നാട്ടിലുണ്ടോന്ന് അറിയില്ല. അപ്പൊ എന്താ പറയാ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇത് എടുക്കാണ്. ഇപ്പൊ ഇവിടെ ഫുൾ സ്റ്റോൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗോൾഡൻ വീക്ക് ആയതുകൊണ്ട് എപ്പോഴും സെലിബ്രേഷന്റെ സമയത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റോൾസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ മോളിലേക്ക് വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഫാമിലി ആയിട്ട് ചില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ഷോപ്പിംഗ് ചെയ്യാ, തിരിച്ചു വരാ, ക്ഷീണാകുമ്പോൾ ഇവിടെ വന്നിരിക്കുക, അങ്ങനത്തെ സംഭവമാണ്. ഞങ്ങൾക്കും കുറച്ച് ദാഹൊക്കെ ആയിട്ട് ജ്യൂസ് വാങ്ങിക്കാന്ന് വിചാരിച്ച് വന്നതാ. അപ്പം അതിനെന്താ പറയണേ, ഗുവാവ ആൻഡ് പൈനാപ്പിൾ. ഞാൻ ഒരു പീച്ച് സോഡയാണ് പറയാൻ പോണേ. അപ്പം ഈ സ്टॉरीला इचिबानीですね。あとはピーチとマンゴー。はい、6番です。すみません。അപ്പോൾ ഒരു ജ്യൂസിന് ഓൾമോസ്റ്റ് 300 yen ആണ്. അതായത് നാട്ടിലൊരു 170 റുപ്പീസ് ഒക്കെയാണ് വന്നേക്കണേ. ഇവിടെ അത് പ്രിറ്റി റീസണബിൾ ആണ്. ലൈക്ക് ഇത്രയൊക്കെ വരും എന്തായാലും. നമുക്ക് ഫാമിലി ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിലും 300 yen വരും. അപ്പം ഇപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അത് കിട്ടാൻ വേണ്ടിയിട്ട്.
ഞാൻ ഓർഡർ ചെയ്തത് പീച്ച് ആൻഡ് മാംഗോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ജപ്പാനിൽ ഇപ്പൊ സമ്മറായി തുടങ്ങി, നമുക്ക് വെയിൽ കണ്ടറിയാം. സമ്മർ ആയി കഴിഞ്ഞാൽ ജപ്പാനിൽ ഭയങ്കര ചൂടാണ്, നാട്ടിലെ പോലെ തന്നെയാണ്. പിന്നെ നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ തണലെന്ന് പറഞ്ഞാൽ അധികം ഇല്ല, പച്ചപ്പൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ചൂട് വന്നാൽ നല്ല വെയിലും നല്ല പുഴുക്കുമാണ്. അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും. പീക്ക് ടൈം ജൂൺ ജൂലൈ. നമ്മുടെ നാട്ടിൽ മഴക്കാലം ഉള്ളപ്പോ ഇവിടെ ഭയങ്കര ചൂടാണ്. 300 yen ഷോപ്പിനേക്കാളും കൂടുതലും ജപ്പാനിൽ 100 yen ഷോപ്പാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ ഒരു 100 yen ഷോപ്പിൻ്റെ പേരാണ് ഡൈസോ. ഡൈസോയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി വന്നേക്കാണ്. സൂപ്പർ മാർക്കറ്റിനേക്കാളും പൊതുവേ വില കുറവായിരിക്കും ഡൈസോയിൽ. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പൊടിക്ക് വില കുറവിനും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എല്ലാ കൈൻഡ്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഗാർഡനിലേക്കാണെങ്കിലും പിള്ളേരുടെ കളിപ്പാട്ടാണെങ്കിലും നമുക്ക് കിച്ചൺ ടവലാണെങ്കിലും എല്ലാം നമുക്ക് ഒറ്റ പ്ലേസിൽ കിട്ടും. അതാണ് ഈ 100 yen ഷോപ്പിനെയും 300 yen ഷോപ്പിൻ്റെയും ഒക്കെ ഗുണം. ഞാൻ ഡൈസോൻ്റെ ഒരു വ്ളോഗ് ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ഇടാം. ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഇവിടെ കയറിയോണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർപ്പറ്റും എല്ലാം നമുക്ക് ഡൈസോയിൽ കിട്ടും. പക്ഷെ ഇതിനൊന്നും ചിലപ്പോൾ 100 yen ആയിരിക്കില്ല. ഇതിന് ചിലപ്പോൾ ഇത്തിരി ഒരു റേറ്റ് കൂടുതലുണ്ടാവും. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി അത് ഡിഫർ ചെയ്യും. കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. സ്റ്റോറേജ് ഓപ്ഷൻസ് ഭയങ്കര. ഇപ്പം ഇവിടുത്തെ ജപ്പാനിലെ വീടുകളൊക്കെ ഭയങ്കര ചെറുതായതുകൊണ്ട് അവർ ഏറ്റവും കോമ്പാക്റ്റായിട്ട് സ്റ്റോറേജ് നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഇവിടെ നിന്ന് അവർ വാങ്ങിക്കാറുണ്ട്. ഞാനും അയ്മനും അപ്പോൾ 2 കട്ടിംഗ് ബോർഡ് വാങ്ങി. 220 yen ആണ് വരുന്നത്. നമ്മുടെ ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡായിരുന്നു. അപ്പോൾ അതത്ര നല്ലതല്ലാത്തതുകൊണ്ട് വുഡൻ കട്ടിംഗ് ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. That's it for today's small അതൊക്കെ നമ്മുടെ വ്ളോഗ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.